ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്കോപ്പിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മാരി ബിസ്ക്കറ്റ്, 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. അതും ഇല്ലെങ്കിൽ നമുക്ക് പാൽ യൂസ് ചെയ്തിട്ടും ഇതുപോലെ ക്രീം പരുവത്തിലാക്കി എടുക്കാം. ഇനി ഒരു ബിസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ ഒരു വശത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ബിസ്ക്കറ്റ് വെച്ച് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ബിസ്ക്കറ്റും നമ്മൾ കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിന് 5 to 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ബിസ്ക്കറ്റിനെ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മിൽക്ക് കോമ്പൗണ്ടോ ഡാർക്ക് കോമ്പൗണ്ടോ ആയാൽ മതി. ഡാർക്ക് കോമ്പൗണ്ടിനെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചൂസ് ചെയ്യാം, അതുപോലെ മിൽക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്യാം. ഏത് കോമ്പൗണ്ട് വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്താൽ മതി. ഇനി ഇതുപോലെ മിൽക്ക് കോമ്പൗണ്ടിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നതിന് 10 to 15 മിനിറ്റ് പുറത്ത് വെച്ചാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും ഞാൻ ഓരോ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളുടെ മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ബൗൾ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബിസ്ക്കറ്റ് നമ്മൾ പുറത്തെടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിനൊരു ബട്ടർ ഷീറ്റിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറിലോ അതും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് എണ്ണയോ ഓയിലോ തടവിയിട്ട് ഇതിനൊന്ന് വെച്ചാലും മതി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുത്താൽ മതി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ഇപ്പോൾ മെൽറ്റായി വരുന്നുണ്ട്. ഈ പരുവാകുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ മറുവശത്തായിട്ട് ഇതിനെയും ഡിപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്